പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിൽ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, അടിസ്ഥാന അക്കൗണ്ടിങ് സങ്കല്പങ്ങൾ 13 ഉണ്ടെന്നും അവയിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ് ഇവ എന്തൊക്കെയാണെന്നും ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ്, സമ്പൂർണ്ണ വെളിപ്പെടുത്തൽ തത്വം എന്താണെന്ന്. ഈ തത്വമനുസരിച്ച് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഹോണസ്റ്റ്ലി ആൻഡ് ഷുഡ് കണ്ടെയ്ൻ ഓൾ റിലവൻറ്റ് മെറ്റീരിയൽ ഇൻഫർമേഷൻ ആൻഡ് ദിയർ അക്കമ്പനിങ് footnotes regarding the financial position of the business. ഈ തത്വപ്രകാരം നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടത് സത്യസന്ധമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൽ എല്ലാ പ്രസക്തമായ വിവരങ്ങളും ഫുട്നോട്ടുകൾ സഹിതം, വിശദീകരണ കുറിപ്പുകൾ സഹിതം നമ്മൾ രേഖപ്പെടുത്തണം എന്നാണ് ഈ സമ്പൂർണ്ണ വെളിപ്പെടുത്തൽ തത്വം ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ, കണക്ക് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ മുഖ്യവും പ്രസക്തവുമായ എല്ലാ വിവരങ്ങളും ഇതിൽ ഈ ധനകാര്യ പത്രികകളിൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ, അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ, അവർക്ക് സ്ഥാപനത്തിൻ്റെ ശരിയായ ലാഭക്ഷമത, പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചും സാമ്പത്തിക ഭദ്രത, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും വിലയിരുത്തലുകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കണമെങ്കിൽ, അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും വിലയിരുത്തലുകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കണമെങ്കിൽ അതിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട മുഖ്യവും പ്രസക്തവുമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നാണ് ഈ തത്വം പറയുന്നത്. ഈ തത്വപ്രകാരമാണ് നമ്മൾ ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി, നമ്മൾ സ്റ്റോക്കിൻ്റെ വില കണക്കാക്കുമ്പോൾ അതിൽ മാറ്റം വരുത്തി. ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ് ഇതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഇങ്ങനെ 2 മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡുകൾ, സ്റ്റോക്കിൻ്റെ വില കണക്കാക്കുന്ന മെത്തേഡുകൾ ഏത് മെത്തേഡാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കണക്ക് ബുക്കിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഡിപ്രീഷിയേഷൻ, തേയ്മാന ചെലവ് ഏത് മെത്തേഡിലാണ് കണക്കാക്കിയത് എന്ന് രേഖപ്പെടുത്തണം. അതുപോലെ നമ്മൾ കിട്ടാനുള്ള സംഖ്യകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മുഖ്യവും പ്രസക്തവുമായ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തണം എന്നാണ് സമ്പൂർണ്ണ വെളിപ്പെടുത്തൽ തത്വം അഥവാ ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് സ്ഥിരതാ തത്വം, കോൺസിസ്റ്റൻസി. കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ accounting policies and practices followed should be uniform and consistent.
നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ പിന്തുടരുന്ന അക്കൗണ്ടിങ് നയങ്ങളും കീഴ്വഴക്കങ്ങളൊക്കെ യൂണിഫോം, ഒരുപോലെയുള്ളതും കോൺസിസ്റ്റൻസി എല്ലാ കാലത്തും ഒരേ രീതിയിലുമായിരിക്കണം. എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം മുമ്പ് നമ്മൾ പിന്തുടർന്നു വന്ന അക്കൗണ്ടിങ് രീതികളും കീഴ്വഴക്കങ്ങളും അത് തന്നെയായിരിക്കണം ഇക്കൊല്ലവും പിന്തുടരേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മുൻ വർഷങ്ങളിലെ അക്കൗണ്ടിങ് വിവരങ്ങളുമായി ഈ വർഷത്തെ അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മുൻ വർഷങ്ങളിലെ അക്കൗണ്ടിങ് വിവരങ്ങളുമായി താരതമ്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടിങ് വിവരങ്ങളുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യണമെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയായിരിക്കണം പിന്തുടരേണ്ടത്. അതുപോലെ തന്നെ എല്ലാ വർഷങ്ങളിലും ഒരേ രീതിയായിരിക്കണം പിന്തുടരേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൻ്റെ തന്നെ ഒന്നിലധികം കാലയളവുകളിലുള്ള അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യണമെങ്കിലും ഒരേ രീതി പിന്തുടരണം. കോൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരത ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിനുദാഹരണം മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റോക്കിൻ്റെ വില കണക്കാക്കുന്നത് 3 കൊല്ലം മുമ്പ് ഒരു രീതിയാണെങ്കിൽ അതേ രീതി ഇക്കൊല്ലം പിന്തുടരണം. അതുപോലെ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീഷിയേഷൻ, തേയ്മാനച്ചെലവ് കണക്കാക്കിയ രീതി 3 കൊല്ലം മുമ്പ് ഏത് രീതിയാണോ അതേ രീതിയായിരിക്കണം ഇപ്പോഴും പിന്തുടരേണ്ടത്. ഒരേ രീതി എല്ലാ കാലത്തും പിന്തുടരണം. എങ്കിൽ മാത്രമേ നമുക്കത് ഓരോ കൊല്ലത്തെയും അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് കോൺസിസ്റ്റൻസി, സ്ഥിരതാതത്വം പറയുന്നത്. അടുത്തതായിട്ട് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ മുൻകരുതൽ തത്വം. മുൻകരുതൽ തത്വം അനുസരിച്ച് എന്താണ്? ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി കൗണ്ടഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. പ്രതീക്ഷിക്കുന്ന ലാഭം നമ്മൾ കണക്കിലെടുക്കരുത്, എന്നാൽ പ്രതീക്ഷിക്കുന്ന നഷ്ടം എഴുതുകയും വേണം. അപ്പോൾ കണക്ക് ബുക്കിൽ പ്രതീക്ഷിക്കുന്ന ലാഭം എഴുതാൻ പാടില്ല, പ്രതീക്ഷിക്കുന്ന നഷ്ടം എഴുതുകയും വേണം എന്നാണ് കൺസർവേറ്റിസം, അത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയുന്നത്. ഈ മുൻകരുതൽ തത്വം, മലയാളത്തിൽ മുൻകരുതൽ തത്വം പറയുന്നത് പ്രതീക്ഷിക്കുന്ന ലാഭം അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തരുത്, എന്നാൽ നഷ്ടസാധ്യത രേഖപ്പെടുത്തുകയും വേണം. ലാഭം നേടിയതായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ലാഭം നേടിയതായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പ്രതീക്ഷിക്കുന്ന ലാഭം എഴുതാൻ പാടില്ല. എന്നാൽ നഷ്ടസാധ്യത പ്രതീക്ഷിക്കുന്ന എഴുതാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദിസ് ഈസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. സുരക്ഷിതമായി കളിക്കുക എന്നും ഇതിന് പറയും, പ്ലേയിങ് സേഫ്. ഈ തത്വപ്രകാരമാണ് നമ്മൾ കണക്ക് ബുക്കിൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെൻട്രി, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ വില കണക്കാക്കുന്നത് സാധാരണയായിട്ട് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. കോസ്റ്റ് പ്രൈസാണോ, വാങ്ങിയ വിലയാണോ, അല്ലെങ്കിൽ വിപണി വിലയാണോ, ഇപ്പോൾ മാർക്കറ്റിലുള്ള വിലയാണോ, ഏതാണ് ഏറ്റവും കുറവ്, ആ കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ വില എഴുതേണ്ടത്. അതായത് നമ്മൾ ഏത് നഷ്ടസാധ്യത ഉണ്ടെങ്കിലും അതൊക്കെ രേഖപ്പെടുത്തണം. എന്നാൽ ലാഭസാധ്യത ഉണ്ടെങ്കിൽ എഴുതാനും പാടില്ല. ലാഭം കിട്ടിയതായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്നാൽ നഷ്ടസാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ എഴുതാം. അതാണ് ഈ കൺസർവേറ്റിസം, മുൻകരുതൽ തത്വം അഥവാ യാഥാസ്ഥിക തത്വം എന്നൊക്കെ പറയാം. ഈ തത്വം പറയുന്നത് ഇതാണ്. അടുത്തായിട്ട് നമുക്ക് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് അഥവാ പ്രസക്തി തത്വം പറയുന്നത് എന്താ? പ്രസക്തമായ വസ്തുതകൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത്. ഇൻസിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഇമ്മെറ്റീരിയൽ ഫാക്ട്സ് നീഡ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഡീറ്റെയിൽ.
അപ്രധാനവും അപ്രസക്തവുമായ കാര്യങ്ങൾ അക്കൗണ്ട് ബുക്കുകളിൽ ഡീറ്റെയിൽഡായിട്ട് എഴുതണ്ട. അപ്രസക്തമായ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എഴുതണ്ട. അതിന് ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. സ്റ്റോക്ക് ഓഫ് പെന്ന്, പെൻസിൽ, പേപ്പർ, സ്കെയിൽ എക്സെട്ര ആർ നോട്ട് ഷോൺ ആസ് അസറ്റ്. പെൻസിലുണ്ട്, പിന്നെ പേനയുണ്ട്, പേപ്പറുണ്ട്, സ്കെയിലുണ്ട്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അത് പക്ഷേ അസറ്റായിട്ട് എഴുതില്ല. അത് ചെലവിനമായിട്ടാണ് എഴുതാറ്. സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ടാണ് എഴുതാറ്. അപ്പോൾ ഇത് ചിലവായി എഴുതാനുള്ള കാരണം എന്താ? ഇത് അപ്രസക്തമാണ്. ഇത് മറ്റ് അസറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ അപ്രസക്തമായ ഇൻസിഗ്നിഫിക്കൻ്റായ അസറ്റുകളാണ്. ഇത് ചിലവായിട്ട് എഴുതിയാൽ മതി. അപ്രസക്തമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ തത്വം പറയുന്നത്. പ്രസക്തമായ കാര്യങ്ങളാണ് ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ മുൻഗണന നൽകേണ്ടത്, പ്രസക്തമായ കാര്യങ്ങൾക്കാണ് എന്നാണ് ഈ പ്രസക്തി തത്വം, മെറ്റീരിയാലിറ്റി എന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്തതായി ലാസ്റ്റ് നമ്മൾ വസ്തുനിഷ്ഠതാ തത്വം, ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. The figures shown in the financial statement should have supportive evidence. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ എഴുതുന്ന സംഖ്യകൾ, എഴുതുന്ന കണക്കുകൾക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. സപ്പോർട്ടീവ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ പണമടച്ചിട്ടുണ്ടെങ്കിൽ പണമടച്ചതിൻ്റെ റെസിപ്റ്റ്, കടമായിട്ടാണെങ്കിൽ അതിൻ്റെ ബില്ലും ഇൻവോയ്സും, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കണക്ക് ബുക്കിൽ കണക്കെഴുതാൻ എന്നാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണക്കെഴുതുമ്പോൾ സപ്പോർട്ടീവ് എവിഡൻസ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ വേണം. ഇൻവോയ്സ് വേണം, വൗച്ചർ വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ. സ്റ്റോക്കാണെങ്കിൽ നമ്മൾ ശരിക്ക് സ്റ്റോക്കിൻ്റെ കണക്ക് കടയിൽ പോയിട്ട് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം. സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് തന്നെ അതിൻ്റെ കണക്കുണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ബില്ലും വൗച്ചറും ഇൻവോയ്സും റിസീപ്റ്റും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കണക്ക് ബുക്കിൽ കണക്കെഴുതേണ്ടത് എന്നാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്ന കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കൃത്യമായി ചെയ്യാം.